തുള്ളിച്ചാട്ടം കണ്ടടാ. ഇന്ന് കളറടി കഴിയുമ്പോ ഈ തുള്ളിച്ചാട്ടം ഞാൻ എന്റെ കോൺവെക്കേഷന് പോയിട്ടില്ല. അറിയാം എന്റെ കോളേജില് മറ്റേ തൊപ്പിയൊക്കെ എറിയുന്ന പരിപാടിയുണ്ട് പാസ് ഔട്ടിന്. ഞാൻ എന്റെ ഒക്കെ അവര് എന്നാ തുണി തയ്ച്ചിട്ട് വരാൻ പറഞ്ഞതിന് വേണ്ടി. അവരെന്നെ തയ്ച്ചു തരും, പൈസ കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി മതി, എനിക്ക് കോൺവെക്കേഷൻ ഒന്നും ഞാൻ വരുന്നില്ലെന്ന്. എന്റെ കോളേജ് കോൺവെക്കേഷൻ എന്റെ കഴിഞ്ഞോടുകൂടിയ പരിപാടിയെ അവർ നിർത്തിക്കളാ. നിന്റെ ഞാൻ കോളേജിൽ ചേർന്നതേ ഉള്ളൂ, പക്ഷെ ക്ലാസ്സിലൊന്നും പോയിട്ട് പോലും ഇല്ല. നിന്റെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും കാണാനുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഒരു കാര്യം തോന്നുന്നുള്ളൂ, ഇതിന് രണ്ടേ ഔട്ട്പുട്ടേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇത് ഒടുക്കുക സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ തല ഞാൻ തന്നെ ഇന്ന് മുട്ടയടിക്കേണ്ടി വരും കേട്ടോ. എനിക്കത് തോന്നുന്നത് അവന്റെ ഈ ചിരി അത് അത്ര നേരം കാണാന്നറിയില്ല. പക്ഷെ ഈ തല ഒറ്റക്കടിയല്ല, അതും അടി, അതും അടി. 3 മുട്ട അവരെ അടി. ഈ പറയുന്നത് കഴുകുന്ന എനിക്ക് കുറച്ച് ഡൗട്ട് വരുന്നത് കേട്ടോ, എങ്ങോട്ടാ പോകുന്നത്. ഇത് കുറച്ചുകൂടി മാഗിക്കൾ ചെയ്യാൻ പോവാ എന്റെ മുടി. നൂഡിൽസ് ആക്കാൻ പോവാ, നൂഡിൽസ്. അടുപ്പത്തേക്ക് വേയിക്കൂടെ ബാക്കിയുള്ളു. നിന്നോടുള്ള ഒറ്റ വിശ്വാസത്തിന് പറഞ്ഞ എന്നോട് മാത്രം വിശ്വാസം വെക്കാതെ ആ മുടിയെ പിടിക്കുന്ന ആ ചേട്ടനോട് വിശ്വസിക്കുക. വിശ്വാസം ഉണ്ട് എനിക്ക്. കട്ട് ചെയ്തു കുറച്ച് വീട്ടിൽ കട്ട് ചെയ്ത് അത്രയ്ക്ക് വൃത്തിയോട് പറഞ്ഞിട്ട് നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്യുന്ന സമയത്തിരിക്കുകയാണ് നമ്മുടെ മാനേജറിന്റെ മേക്ക് ഓവർ റിവീൽ. മോനെ ഇത് ഒന്നൊന്നര റിവീൽ ആണ്. എനിക്ക് വയ്യ. I introduced you none other than my manager. മാനേജറിനെ കണ്ടിട്ട് ബിഫോർ അതല്ലേ തുടക്കത്തിൽ ചെയ്തു വന്നപ്പം പകുതി എത്തിയപ്പോ എനിക്ക് മനസ്സിലായി മാനേജർ എങ്ങനെ ഇരുന്ന് ഏറ്റവും ബെസ്റ്റ് ലുക്ക് എന്ന്. അതുകൊണ്ട് തിരിച്ചത് 3 ദിവസം എടുത്ത് വന്നിട്ട് തിരിച്ചാക്കിയിട്ടുണ്ട്. കൂന്തൽ കണ്ടാ ബ്രൗൺ ഷെയ്ഡ്, ഈ പുറകിലൊക്കെ ഫുൾ സെറ്റ്. ജേസൺ മോമോ അറിയാം, അവരുടെ അക്വമാൻ അതേ ഒരു മെസ്സി ലുക്കില്ലേ. അക്വമാൻ മീഷോന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ കൂടി മേക്ക് ഓവർ ചെയ്യണമെങ്കിൽ എനിക്ക് 10,000 രൂപ തന്നാൽ മതി. നിങ്ങൾ എങ്ങനെ വരുന്നത് അങ്ങനെയാണ് തിരിച്ചു വിട്ടു വിടുന്നത്. ഇടക്ക് വെച്ച് ചെറിയൊരു ഇത് കാണും. അപ്പൊ നിങ്ങളവർക്ക് അതാണ് മേക്ക് ഓവർ. അതല്ല, അത് കഴിഞ്ഞിട്ടാണ് മേക്ക് ഓവർ വരുന്നത്. ഒരു സീരിയസ് പോയിന്റ് കേട്ടാ. ഇനി സീരിയസ്, ഇനി ജോക്കൊന്നും അല്ല കേട്ടാ. ഞാൻ ആഫ്റ്ററിൽ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചു, പക്ഷെ കണ്ടിട്ട് തോന്നുന്നില്ല. സത്യം പറ, മാനേജർ എങ്ങനെയാണ്? അടിപൊളിയാ, എനിക്ക് ഓക്കെ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തോ മാറിയിട്ടുണ്ട്, എന്തോ എവിടെയൊക്കെ മാറിയിട്ടുണ്ട്. എന്നെ വീട്ടിൽ കയറ്റും അമ്മച്ചി കേട്ടോ ഇപ്പൊ എനിക്ക് ഡൗട്ട് ആയിട്ടുണ്ട്. എന്തോ മാറി. മോൻ കാണുമ്പം നേരത്തെ കണക്കല്ല, എന്തോ എവിടെയോ മാറിപ്പോയി. ട്രയൽ റൂമില്ലാത്ത കടയിലാണോ വന്നിരിക്കുന്നത് നീ? ട്രയൽ റൂമുണ്ട്, നമുക്കിപ്പൊ ഇല്ലെന്ന് പറഞ്ഞു. ചിലപ്പോ ലേറ്റ് ആയോണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോ അവര് നമ്മുടെ മുടിയും കോലം കണ്ടിട്ട് പറയുന്നതായിരിക്കും. ചേട്ടൻ ഹെൽപ്പ് ചെയ്യണം നമ്മളെ ഈ നല്ല കൊടും മഴക്കകത്ത്. ഓവർ ഷെഫില് വന്നിട്ടുണ്ട്, പറഞ്ഞില്ലേ. പോയേക്കാന്ന്. ബഡ്ജറ്റ് നോക്കണ്ടല്ലേ? ബഡ്ജറ്റിൽ ഇപ്പൊ എന്ത് കിട്ടും? ആ ബഡ്ജറ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങോട്ട് പോകാം. ഇവരെ കഴിപ്പിച്ച് ഞാനാണ് ഇങ്ങനെ വലുതാക്കിയിരിക്കുന്നത്. അവർ രണ്ടുപേരും ഞാൻ ഫുഡിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാൻ ഇരുത്തിയിരിക്കുകയാണ്. ഞാനാണ് ഇപ്പോൾ മൂവി കാണാൻ പോകാൻ. എൻ്റെ ബോഡിക്കതെന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചതിന് വരെ കുഴപ്പമൊന്നുമില്ല. ചെയിൻസോ ഏറ്റവും മുമ്പിൽ തന്നേക്കാം. അമ്മമാരെ കഴുത്ത് പോയി കണ്ടാണ്, തല പൊക്കിയിരുന്ന് കണ്ടോ കേട്ടാ. ആനിമ കാണുന്നത് ഉറങ്ങാൻ പോവാണെന്നാ. മൂവി എങ്ങനെയുണ്ടാ? എടാ ക്യാമറമാനെ, ഇവന് ഉറങ്ങിയെന്ന് തോന്നുന്നു കേട്ടാ. ഞാൻ വണ്ടി ഓടിക്കണ നമ്മള് 3 പേരും ഉറങ്ങേണ്ടി വരും. പിന്നെ ഒരു പണി, നമുക്ക് എവിടെയെങ്കിലും നിർത്താം. ഈ എല്ലാരും എന്തിനാ എന്നെ ഈ ക്ലോസ് ഫ്രണ്ട്സിൽ ആഡ് ചെയ്യുന്നതെന്ന് അറിയാൻ മേലാത്ത. ആർക്കറിയാം. ഇപ്പോഴും ഒരു ക്ലോസ് ഫ്രണ്ട്സ് സ്റ്റോറി ഉണ്ട്. അവള് അവളുടെ ഗേൾ ഫ്രണ്ടുമായിട്ട് അല്ല ബോയ് ഫ്രണ്ടുമായിട്ട് വണ്ടിയെ പോകും. ഇതൊക്കെ എന്നെ കാണിക്കുന്നത്. അത് വേറൊരു റീസണില്ല കാണിക്കുന്നത്. പെണ്ണില്ലാത്തവരെ കളിയാക്കാൻ പറ്റും. എന്നാലും ഞാൻ വളയത്തില്ലടാ, ഞാൻ ആർക്കും വളയത്തില്ലടാ. വളഞ്ഞൊടിഞ്ഞ് കിടക്കുമല്ലോ കാരണം